ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ആൻഡ് ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് എവിടെ പോയി ആളുടെ ബർത്ത്ഡേ പാർട്ടിയാണ്. ആരാണ്? അപ്പം ഇന്ന് അതിൻ്റെ വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. മിക്കവാറും ഷോർട്ട് വ്ളോഗായിട്ട് ഇടാനാണ് സാധ്യത. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ കണ്ടന്റ്. ഇത് അൽമസ്കറ്റ് സീരീസ് ഒന്നുമല്ല. സോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ രാവിലെ തന്നെ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് മിക്കവാറും അൽമസ്കറ്റ് സീരീസ് ആയിട്ട് ഞാൻ മിക്കവാറും സെറ്റ് ചെയ്യും. രാവിലത്തെ വ്ളോഗ് എന്തായാലും നിങ്ങൾ നമ്മുടെ വ്ളോഗ് ചാനലിൽ വരിക. വൈകിട്ടത്തെ പാർട്ടീൻ്റെ കാര്യം നിങ്ങൾ നമ്മുടെ മെയിൻ ചാനലും മസ്കറ്റ് ഫാമിലി വ്ളോഗിലും വന്ന് കാണുക. രാവിലെ അതെ ഏതുകൊണ്ടൊരു പാട്ടൊക്കെ പിടിച്ച് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടാവും. അവിടെ എന്തോ പരിപാടിക്കൊന്നും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ വ്ളോഗ് കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഓണപ്പരിപാടിയുടെ ഷോർട്ട് വീഡിയോ ആയിരിക്കും ഈ വ്ളോഗ് ചാനലിൽ വരുന്നത്. മറ്റേ മസ്കറ്റ് ഫാമിലിയിൽ നിങ്ങൾ എന്തായാലും അതിൻ്റെ മെയിൻ വീഡിയോ കാണുമായിരിക്കും. പക്ഷെ ഇതെല്ലാം ഇന്ന് വൈകുന്നേരത്തേക്ക് ആണ് സെറ്റ് ചെയ്യുന്നത്. അതായത് ഇന്ന് 6-ാം തീയതി. അപ്പോൾ ഇന്ന് വൈകുന്നേരം എന്തായാലും മറ്റേ ഓണപ്പരിപാടീൻ്റെ വ്ളോഗ് വരും, ഫാമിലി വ്ളോഗിൽ. ഇതിനകത്ത് ഷോർട്ട് വ്ളോഗായിട്ട് വരും. ഒരാളെൻ്റെ പുറകെ നടക്കും മുത്തച്ഛനെ. അപ്പോൾ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞിട്ടായിരിക്കും ഇത് കാണുന്നത്. അപ്പോൾ ടൈം ലാപ്സ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നെ. ഇന്ന് വൈകുന്നേരത്തെ എന്തായാലും, അതായത് ഇന്ന് 6-ാം തീയതി, സെപ്റ്റംബർ 6-ാം തീയതി വൈകിട്ട് ഓണപ്പരിപാടിയുടെ വ്ളോഗ് രണ്ടിലും വരും. പക്ഷേ ഇതെപ്പോൾ വരുമെന്ന് എനിക്കൊരു പിടുത്തമില്ല, നോക്കട്ടെ. അതായത് ഓൾറെഡി കുറേ വ്ളോഗൊക്കെ സെറ്റ് ചെയ്ത് കുറേ കണ്ടൻറ്റ് ഇപ്പോഴത്തേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടിരിക്കുകയാണ്. മറ്റേ അൽമസ്കറ്റ് ഫാമിലി പ്രശ്നമില്ല, നമ്മുടെ വ്ളോഗ് ചാനലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചാനലിൽ മറ്റേതിൽ നമുക്ക് എപ്പോഴാണെങ്കിലും കണ്ടൻറ്റ് കയറ്റി വിടാം. കാര്യം അതിനകത്ത് കണ്ടൻറ്റ് വേറെ ഒന്നും ഇടാനില്ല. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് നമ്മുടെ അൽമസ്കറ്റ് ഫാമിലി അൽമസ്കറ്റ് സീരീസ് കിടക്കുന്നുണ്ട്. അപ്പോൾ എപ്പോൾ ഇതൊക്കെ കയറി വരുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. അപ്പോൾ നിങ്ങളെന്തായാലും മാക്സിമം നോക്കാൻ നമുക്ക് നേരത്തെ കയറ്റി വിടും. ഓക്കെ, എന്താ പരിപാടി? ചെടി പരിപാലനമാണോ ഇവിടെ രാവിലെ തന്നെ? ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണോ ചേച്ചി? ഹലോ, ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണോ? ചെടി പരിപാലനാണോ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേഷനായിട്ട്? കഥ പറഞ്ഞ അപ്പോൾ ഓടിക്കണം. നമ്മൾ രാവിലത്തെ നടത്താൻ കഴിഞ്ഞ് വന്നപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കുകയാണ്. അച്ഛനും മോളും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കൊന്ന് മുടി വെട്ടാൻ വേണ്ടി പോവുകയുണ്ട്. മുടിയൊക്കെ നല്ലപോലെ വളർന്നു. അപ്പോൾ ഞാനും കിച്ചും കൂടെ പോവുകയാണ്. അവിടെ നമ്മൾ അടുക്കലും പെറുക്കലും സാധനങ്ങളൊക്കെ ഒതുക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചാടിയതാണ്. പിന്നെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞ് ഇന്ന് പരിപാടിക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി കിച്ചു പോവും. ആ സമയത്ത് ഞാൻ മുടി വെട്ടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനും കിച്ചും കൂടെയാണ് പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഒരു മുടിവെട്ട് കടയുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കാണിച്ചിട്ടില്ല മുടിവെട്ട് കട. സോ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുടിവെട്ട് കട എത്താറായി. നമ്മളെന്തായാലും പോയി മുടി വെട്ടിയിട്ട് വരാം. ബൈ. അങ്ങനെ നമ്മൾ ഹെയർ കട്ടിങ് സലൂണിൽ വന്നിരിക്കുകയാണ്. അതായത് മുടിവെട്ട് കട. നമ്മളിപ്പോൾ ഇവിടെ 3 മണിയായപ്പോഴാണ് വന്നത്. പക്ഷേ ഇവിടെ ആരുമില്ല. എനിക്ക് തോന്നുന്നു ചായ കുടിക്കാൻ പോയി എന്ന് തോന്നുന്നു. ആരെയും കാണുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ കയറിയിരുന്നാണ്. ഇതാണ് ബിഫോർ നിങ്ങൾ ഈ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു. എനിക്ക് തോന്നുന്നു 2 മാസം ഏതാണ്ടായെന്ന് തോന്നുന്നു വെട്ടിയിട്ട്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബിഫോർ. നിങ്ങൾക്ക് ഇനി വെട്ടിക്കഴിഞ്ഞിട്ട് ആഫ്റ്റർ കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ നമ്മൾ മുടി വെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ആഫ്റ്റർ എന്ന് പറയുന്നത്. എനിക്ക് ഇപ്പം കണ്ടിട്ട് ഏതാണ്ടൊക്കെ പോലെ തോന്നുന്നു, എന്തോ വ്യത്യാസമുള്ള പോലെ തോന്നുന്നു. പക്ഷേ ഇച്ചിരി ലുക്കായിട്ടുണ്ട്. ബർത്ത്ഡേ പരിപാടി നടക്കുന്ന എല്ലാ ആൾക്കാരും വരുന്നതുകൊണ്ടാണ് ഞാൻ ഒരുമാതിരി ഭ്രാന്തം കോലം മാറ്റി മുടി വെട്ടിയത്. പിന്നെ എനിക്ക് മുടി വെട്ടണമെന്ന് കുറേ നാളായിട്ട് വിചാരിച്ചിട്ടിരിക്കാം, പക്ഷെ നടന്നില്ല. പിന്നെ ഇന്നെങ്കിലും വെട്ടാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് മറ്റേ ബർത്ത്ഡേക്ക് നമ്മുടെ പുറകെ എഴുതുന്ന പേര് എഴുതി വെക്കുമല്ലോ, ഒട്ടിക്കുന്ന ആ സാധനം തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ അത് കിട്ടിയില്ല. കിച്ചു നെക്സ്റ്റ് പോയപ്പോൾ അവിടെ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കടകളിൽ തിരക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ പേരെഴുതുമല്ലോ, ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഇന്ന ആളെന്നും പറഞ്ഞ് പേര് എഴുതണം. അതായത് ധൻവീന്ന് എഴുതണതിൻ്റെ ആ പേര് ഫുള്ള് കിട്ടണം, ലെറ്റർ ഫുള്ള് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ എന്തായാലും കിച്ചും കൂടെ പോവാണ്. അപ്പോൾ എന്നെ മുടിവെട്ട് നിർത്തുന്ന അവൻ തൂക്കിയതാണ്. മുടിവെട്ട് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് അവൻ വന്നു, നെക്സ്റ്റ് വന്ന്
പക്ഷേ അപ്പോൾ ഈ സാധനമാണ് നമ്മൾ നോക്കുന്നുണ്ട്. അതിനകത്ത് D ഉണ്ട്, H ഉണ്ട്, A മാത്രമില്ല, ബാക്കി എല്ലാ ലെറ്ററും ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ വല്ലയിടത്തും ഉണ്ടോ എന്ന് നോക്കാൻ പോകണം. അപ്പം നമ്മളവിടെ നോക്കി, അപ്പോൾ അതിൽ Dയും Hഉം Nഉം ഉണ്ട്, A മാത്രമില്ല. ധൻവിക്ക് ഫുൾ ലെറ്റർ കിട്ടണം. പിന്നെ പല സൈസാണ്, ചിലതൊക്കെ ഓരോ കറക്റ്റ് ലെവലിൽ സൈസിലും വേണം. അപ്പോൾ ചിലതിനൊക്കെ വ്യത്യാസമുണ്ട്, ചിലതിൻ്റെ കളർ മാറ്റമുണ്ട്. അപ്പം നമ്മൾ നോക്കിയൊന്നും കിട്ടിയില്ല. നമ്മൾ വേറൊരു കടയിലേക്ക് പോവാണ്. അപ്പം സൂര്യാസ്തമയമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 6 മണി 8 മണിക്കാണ് നമ്മൾ പരിപാടി ഫിക്സ് ചെയ്തിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ അതൊക്കെ മേടിച്ച് ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോഴേ ഫുഡ് എടുക്കാൻ വേണ്ടി പോവാണ് വൈകിട്ടത്തെ പരിപാടിക്ക്. ഇപ്പോൾ ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8 മണിക്കാണ് നമ്മുടെ പരിപാടി, 7:30 ആയി വരുന്നുണ്ട്. നമ്മളപ്പോൾ ഫുഡ് എടുക്കണം, പിന്നെ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതെടുക്കണം, അതിനാണ് പോണത്. അപ്പോൾ നമ്മുടെ മുസന്നയിലാണ് ഫുഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പോയി എടുത്തിട്ട് ഇനി കേക്ക് എടുത്തിട്ട് നേരെ ഇനി പരിപാടിക്ക് പോകണം. പിന്നെ അവിടെ ഞങ്ങൾ ഇത്ര നേരം നമ്മളെ ബലൂണും ഡെക്കറേഷനൊക്കെ ആയിരുന്നു. നിങ്ങളെന്തായാലും അതൊക്കെ നമ്മൾ അൽമസ്കറ്റ് ഫാമിലിയിൽ വരുള്ളൂ. അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾ അത് അവിടെ പോയി കാണുക, ഇതിവിടെ പോയി കാണുക. അത് ഞങ്ങൾ നിൽക്കുകയാണ് ഇവിടെ, നല്ല ബ്ലോക്കും കാര്യങ്ങളും, വൈകിട്ട് സമയമാണ്. ഈ കാണുന്ന നെസ്റ്റുമാണ് കേസ്, നമ്മുടെ നെസ്റ്റുവിൻ്റെ പകുതിയൊക്കെ കൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് വ്ളോഗുകളിലൊന്നും നെസ്റ്റ് കാണിക്കുന്നില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ കണ്ടോളി നെസ്റ്റോ, താണ്ട നെസ്റ്റോ. അവൻ ഇച്ചിരി മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സാധനം മേടിക്കാൻ. ഇത് നമ്മൾ മുസന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ പനീർ ഉണ്ട്, പിന്നെ ഫ്രൈഡ് റൈസ്, പിന്നെ ഒരു ചിക്കൻ കറിയും, പിന്നെ ഒരു ചപ്പാത്തിയാണ്. അപ്പോൾ അപ്പം ഇത്രയാണ് നമ്മുടെ ബർത്ത്ഡേ വ്ളോഗിൻ്റെ പ്രിപ്പറേഷനൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ പരിപാടികൾ. ഇനി ബർത്ത്ഡേൻ്റെ നമ്മൾ അൽമസ്കറ്റ് ഫാമിലിയിൽ വരും. അത് ഷോർട്ട് വ്ളോഗായിട്ട് മിക്കവാറും നേരത്തുള്ള ലെങ്ത്ത് ഉണ്ടെങ്കിൽ മെയിൻ വ്ളോഗ് വരും, ഇല്ലെങ്കിൽ ഷോർട്ട് വ്ളോഗായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങൾ നമ്മുടെ അൽമസ്കറ്റ് ഫാമിലി വ്ളോഗിനകത്ത് പോയി കാണുക. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ അടിക്കുക. എനിക്ക് തോന്നുന്നു ചെറിയ വ്ളോഗായിരിക്കും, വലിയൊന്നുമില്ല. പോയതിൻ്റെ കുറച്ച് അവിടെ നിന്നൊക്കെ പെറുക്കിയെടുത്താണ്. അപ്പോൾ ബർത്ത്ഡേൻ്റെ കാര്യങ്ങളൊക്കെ മറ്റേ ചാനൽ വരും, അൽമസ്കറ്റ് ഫാമിലി എന്നുള്ള ചാനൽ. നിങ്ങൾ പോയി അത് സബ് ചെയ്തേക്കുക. അപ്പോൾ ബൈ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ബൈ.